മമ്മൂക്കയുടെ ഒരു വലിയ മോട്ടിവേഷനോ അല്ലെങ്കിൽ എന്താണ് ഒരു സപ്പോർട്ട്? അല്ല, മമ്മൂക്ക, ഞാൻ ഇപ്പോഴും മമ്മൂക്കയെ ആണ് സത്യം പറഞ്ഞാൽ ഞാനൊരു എന്താ പറയുക, ഒരു നമ്മളൊരു ഇതായിട്ട് കാണണമെങ്കിൽ, കാരണം അദ്ദേഹം പ്രായമൊക്കെ വിടും. അദ്ദേഹത്തിൻ്റെ ഒരു 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 എന്താ പറയുക, ഒരു സിനിമയോടുള്ള ഒരു അഭിനിവേശം, സിനിമ എന്ന് പറഞ്ഞൊരു തീ അദ്ദേഹത്തിൻ്റെ ഒരു ഇല്ലേ, ഒരു ദ്വര എന്നൊക്കെ പറയുന്ന സാധനം. കാരണം ഈ ഒരു സമയത്തും അദ്ദേഹം കറക്റ്റായിട്ട് ശരീരം നോക്കും, എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യും, ഭക്ഷണം കറക്റ്റായിട്ട് ചെയ്യും. ഓരോ സിനിമയ്ക്കുള്ള അദ്ദേഹത്തിനുള്ള ഒരു 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 പ്രാന്ത. നമുക്ക് ഇപ്പോൾ ഒരു ബുദ്ധിപ്പടം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ടൊരു സിനിമ കാണുന്ന പോലെയാണ്. ആദ്യമായിട്ടൊരു സിനിമയിൽ കയറുന്ന ഒരാളുടെ ആ ഒരു ഇതുപോലെയാണ് മമ്മൂക്കയുടെ. പിന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും ഒരു പരിധി വരെ. നോട്ട് ചെയ്യണം, ഒരു പരിധി വരെ. അതായത് സ്വന്തം ചിറകിലാകുന്നത് വരെ തള്ളക്കോഴി അല്ലെങ്കിൽ മറ്റ് പക്ഷികൾ കൊണ്ടു കിടക്കുന്നത് പോലെ ഏതൊരു ആർട്ടിസ്റ്റിനെയും അദ്ദേഹം കൊണ്ടു നടക്കും. അവന് സ്വന്തമായിട്ടൊരിത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലല്ലോ, അദ്ദേഹത്തിനെ തള്ളി പറയാണ്ടിരുന്നാൽ മാത്രം മതി. പല ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അപ്പം അങ്ങനെ കൊണ്ടു നടന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് തീർത്താ തീരാത്ത കടപ്പാടും സ്നേഹമൊക്കെ ഉണ്ട്. അദ്ദേഹത്തെ കണ്ട് പഠിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എങ്ങനെയാകണം സിനിമ, അല്ലെങ്കിൽ എത്രത്തോളം വേണം എല്ലാ കാര്യങ്ങളും എന്നൊക്കെ അദ്ദേഹത്തിനെ കണ്ട് പഠിക്കാനുണ്ട്. സിനിമയിൽ ജാട വേണം, സിനിമയിൽ അഹങ്കാരം വേണം, സിനിമയിൽ ഷോ വേണം. ഇതെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ മമ്മൂക്കയെ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ സിനിമയിൽ സ്നേഹം വേണം, സിനിമയിൽ ആ ഒരു അങ്ങനെയുള്ള മറ്റുള്ള സൈഡ് ഗുണങ്ങളെല്ലാം കണ്ടുപിടിക്കണമെങ്കിൽ എവിടം വരെ എത്തണം, എന്താവരുത് എന്നൊക്കെ മമ്മൂക്കനെ കണ്ടുപിടിക്കണം. ഓക്കെ, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്വന്തം സഹോദരനെ പോലെ, അല്ലെങ്കിൽ മോനെ എല്ലാവർക്കും അവരുടേത് ഫ്രീഡം തന്ന് വിടുന്ന ഒരു ആളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വളരെ പോസിറ്റീവായിട്ട് നീ പറഞ്ഞൊരു കാര്യമുണ്ട് എന്ന് പറയുന്ന ആളാണ്. അല്ലാണ്ട് എൻ്റെ കാര്യം നിന്നെ അടിച്ചേൽപ്പിക്കാൻ അദ്ദേഹം നോക്കില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഇങ്ങനെയാണ് സംഭവം, ആ ശരി മോനെ, അത് ശരിയാണ് മോൻ പറഞ്ഞത് ശരി, എങ്ങനെ പറയുന്നൊരു ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴൊക്കെ ആ ഒരു ഫ്രീഡം നമുക്ക് ഫീൽ ചെയ്യും എപ്പോഴും. ഒരു സഹോദരനെ പോലെ ഉള്ളൊരു അതാണ്. കണ്ടമാനം കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വമാണ് അദ്ദേഹം.